പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ ജീവിതത്തിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് വന്നു സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരും ഡോർ ഓപ്പൺ ചെയ്തതിനെ തുടർന്ന് ക്രിഷിന്റെ കൂടെ നിൽക്കുന്ന കൺമണിയെയാണ് കാണാനിടയാകുന്നത്. ഇതോടെ എല്ലാവരും അവരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പക്ഷേ ക്രിഷ് വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് കൈ മുറിഞ്ഞത് എന്നും താൻ ക്രിഷിനെ സഹായിക്കുകയായിരുന്നു എന്നും വ്യക്തമാക്കുന്ന കൺമണി ആരാണ് ഈ ഡോർ അടച്ചത് എന്നുള്ള കാര്യം തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ ക്രിഷ് സാറിന് ചായയുമായി വന്നതായിരുന്നു. പക്ഷേ പെട്ടെന്ന് എങ്ങനെയോ കതക് ലോക്കായി എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആന്റിയമ്മ മുന്നിലേക്ക് വരികയാണ്. ഈ കതക് ലോക്കായതിന് കാരണം എനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുന്ന ആന്റിയമ്മ ഇതിൽ നിന്റെ ഒരു തെറ്റുമില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നിഷിയും സംഗീതയും. മാത്രവുമല്ല ആന്റിയമ്മ ഇതേ തുടർന്ന് ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം. അത് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സംഗീത മെല്ലെ അവിടെ നിന്ന് മാറുന്നതിനായി ശ്രമിച്ചതിനെ തുടർന്ന് സംഗീതയോട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെടുകയാണ് ആന്റിയമ്മ. സംഗീത, ഈ ഡോർ ലോക്കായത് എങ്ങനെയെന്ന് നിനക്ക് അറിയില്ലേ? അയ്യോ ഇല്ലല്ലോ, എന്താ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഈ കീ കിട്ടിയത് നിന്റെ റൂമിൽ നിന്നാണ്. മാത്രവുമല്ല ഈ കീ എങ്ങനെ നിന്റെ റൂമിലെത്തി? ഇത് പൂട്ടിയത് നീ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നീ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് തന്നെയാണ് നല്ലത്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് സംഗീത മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതോടെ സംഗീതയോട് ഇതുപോലുള്ള ചീപ്പ് ട്രിക്കുകൾ നീ മാത്രമേ ഇവിടെ പ്രയോഗിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ എന്ന് പറയുകയാണ് ആന്റിയമ്മ. ഇതോടെ കൃഷും അതുപോലെ തന്നെ കൺമണിയും ആന്റിയമ്മയെ ഒന്ന് നോക്കിയിരിക്കുകയാണ്. അയ്യോ, ആകെ പെട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന ആൻ സംഗീത ഇതേ തുടർന്ന് ആന്റിയമ്മയോട് ക്ഷമ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോയിരിക്കുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട സംഗീതയെ നിഷിയെന്ന് കാണുകയാണ്. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ചോദിക്കുന്ന നിഷി ഇവിടെയുള്ള ആരും ഇനി നമ്മൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി തലപൊക്കി നടക്കാൻ സാധിക്കുമോ എന്നും ചോദിച്ചതിനെ തുടർന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ നിന്നെ സഹായിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ആ ആന്റിയമ്മ അവരാണ് എല്ലാത്തിനും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മളെ എങ്ങനെ ഉപദ്രവിക്കണം എന്ന് അന്വേഷിച്ചാണ് അവർ നടക്കുന്നത്. അവരെ ഒതുക്കാതെ നമുക്ക് ഇവിടെ നിന്ന് കൃഷിനെ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് ആന്റിയമ്മയെ പൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം താൻ നടത്താം എന്ന് അറിയിച്ചിരിക്കുകയാണ് നിഷി. എന്നാൽ ഇതേ സമയം മാനസ കൺമണിയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ തനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് കൃഷ്ണൻ പറഞ്ഞതിനെ തുടർന്ന് മാനസ താൻ സഹായിക്കാം എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരികയാണ്. പക്ഷേ അതിന്റെ ആവശ്യമില്ല എന്ന് അറിയിക്കുന്ന കൃഷ് ഇതേ തുടർന്ന് ഒറ്റയ്ക്ക് അവിടെ നിന്ന് പോകുന്നു. കൃഷിന്റെ മനസ്സിൽ തനിക്ക് സ്ഥാനമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതോടെ മനസ്സിലാക്കി തുടങ്ങുകയാണ് മാനസ. എന്നാൽ മാനസയോട് കൃഷ് സാർ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് അറിയിക്കുക എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന കൺമണി കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല എങ്കിൽ അപകടത്തിലാകാൻ പോകുന്നത് രണ്ട് ജീവിതമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ കാര്യത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകുന്നത് മറ്റാർക്കുമല്ല, കൃഷ് സാറിനും അതുപോലെ തന്നെ മാനസ മേഡത്തിനും തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട്
കൺമണി മാനസയെ ചെന്ന് കണ്ട് സത്യങ്ങൾ അറിയിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മാനസ മേഡത്തിനോട് ഈ കാര്യം കുറെ നാളായി പറയണമെന്ന് ആഗ്രഹിക്കുന്നതായി വ്യക്തമാക്കുന്ന കൺമണി പക്ഷേ അതിനൊരു അവസരം ലഭിച്ചിരുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ കൺമണിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചിരിക്കുകയാണ് മാനസ. ഈ കാര്യം കേൾക്കുന്ന കൺമണി, മാഡത്തിനോട് ഇങ്ങനെ പറയേണ്ടി വരും എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല. പക്ഷേ കാര്യങ്ങൾ പറയാതെ നിവർത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. മാഡത്തിനോട് ഈ കാര്യം പറയുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടും എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് വളച്ചു കെട്ടാതെ കാര്യം പറ കൺമണി, നീ എന്തിനാണ് ഇങ്ങനെ വളച്ചു കെട്ടുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് മാഡം, വിവാഹം എന്ന് പറയുന്നത് രണ്ടു ജീവിതങ്ങൾ കൂടിച്ചേരുന്ന ഒരു പ്രൊസീജിയറാണ്. അതിൽ ചേരാത്തവർ തമ്മിൽ ചേരുകയാണ് എങ്കിൽ ആ ദാമ്പത്യം പൊളിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത്. മേഡത്തിന്റെ ജീവിതം തകരരുത് എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. മേഡത്തിന് നല്ലൊരു ജീവിതം കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ക്രിഷ് സാറ ആയിട്ടുള്ള വിവാഹം നടക്കാതിരിക്കുന്നതാണ് മേഡം നല്ലത്. ക്രിഷ് സാറിന് മേഡത്തെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരിക്കുകയാണ്. ഈ കാര്യം അറിയുന്നത് മാനസയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മാനസ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ തകർന്നു പോകുന്നു. ഇത് കാണുന്ന കൺമണി, മേഡത്തിന് ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഇതെന്ന് എനിക്ക് അറിയാം. പക്ഷേ സത്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. അത് മേഡത്തിന്റെ കൂടി ജീവിതത്തിന് നല്ലതായി വരും എന്നതുകൊണ്ട് മാത്രമാണ് എന്നോട് ഈ കാര്യം പറയാൻ ക്രിഷ് സാർ പറഞ്ഞിരുന്നു. ഇനി മാഡം ആലോചിച്ച് നല്ലൊരു തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൺമണി പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.